അയ്യോ ദേഹടിക്കണ വാ. എടാ കള്ള വൈദ്യരെ, നീ ഞങ്ങളെ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിക്കില്ലടാ. എന്നെ തന്നെ നിങ്ങളുടെ തല്ലുകൊണ്ട് ചാകുന്നതിലും ഭേദം സ്വയം വെട്ടി മരിക്കുന്നതാ. പാവം വൈദ്യര് പോവും. നമുക്ക് അടിക്കാൻ ഇയാൾക്ക് 2 കിട്ടാത്ത കുറവുണ്ട്. അങ്ങനെയാണോ? എടാ മക്കളെ ഓടി വാടാ, അച്ഛനെ തല്ലുന്നടാ. ഓടി വാ. വാടാ തല്ലാൻ വാ. ഞങ്ങളെല്ലാം കൂടി നാടകം കളിച്ചാലേ എന്താ മക്കളെ അച്ഛനും കൂട്ടുകാരോട് നാടകം കളിച്ചു. നീ പോയി ചോറ് ഇതെന്താ ഇത്? ഇത് നാടകത്തിലെ ഫൈറ്റ് സീനായിരുന്നു. മോളു ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കേ. നീ വന്നേ മോളസേ. ഇതറിയാലോ അല്ലേ? ഭാര്യയാണ്. പൊന്നമ്മ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. വാട്സാപ്പിൽ വന്നില്ല കേട്ടോ. വാ 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 ഓടി വാ. ഇതാണ് എന്റെ 3 മക്കള്. നല്ല മാച്ച്. അവൻ ഇളയവൻ വിനായകൻ, ഇത് 2ാമത്തവൻ ഗണേശൻ. അവനെ അറിയാലോ. ഇവനാണ് ഏറ്റവും മൂത്തവൻ ലംബോദരൻ. ഇവനാണ് മൂത്തത്. എന്താന്നറിഞ്ഞൂടാ. ഞാൻ ആ ശക്തി മരുന്ന് ഉണ്ടാക്കി കൊടുത്ത. ഉണ്ടാക്കുന്ന ഈ പാത്രം ഒന്നും മാറ്റി നോക്കായിരുന്നില്ലേ? എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് വാ. അല്ല അതല്ല ഞാൻ ഒരു കുടുംബം തകർത്തപ്പോ സമാധാനമായല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ശിഷ്യൻ ശംഖു എവിടെ? അവന്റെ പേരിവിടെ മിണ്ടിയ ഒരുത്തരും ഇവിടുന്ന് വന്നോലെ തിരിച്ചു പോയില്ല. സുനിമോൻ ഓർമ്മയുണ്ടല്ലോ, ഞാനൊരു കത്തെഴുതി വെച്ചിട്ട് പോകുന്നത്. തിരുവാറൂർ എടുത്തിട്ട് പോയതല്ലേ? അത് തന്നെയാണ് പ്രകാശം ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് വേണ്ടിയ കത്തെഴുതി ശംഖു, ഒപ്പിട്ടത് ശംഖു, തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു തന്നെ. ഞാൻ പറഞ്ഞോളാം, താൻ എന്നെ സഹായിക്കണ്ട. എന്നാ പറയും. ഞാൻ ഇവിടെ തിരുവാഭരണം എടുത്ത് ഞാൻ പറഞ്ഞോളാം. തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു. ഓ ഞാനൊന്ന് പറയട്ടോ. താനൊന്ന് പറഞ്ഞു തുറക്കടോ. അതിന് യുമാന് സമ്മതിക്കണ്ടേ? ഒന്നും ഉണ്ടാക്കിയ ആള് പറയട്ടെ. എന്നിട്ട് പറ. തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു. അവസാനം തിരുവാഭരണമായിട്ട് പോയതാരാ? ശംഖു. അത് ആ ബംഗാളിക്ക് വരെ മനസ്സിലായി, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. അതും കളിക്കി. നിങ്ങൾ വന്ന കാര്യം പറ. നാട്ടിലാകെ പ്രശ്നമാണ് വൈദ്യരെ. എന്ത് പ്രശ്നം? ആ ഇരുട്ടൂളിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വൈദ്യന്. അപ്പൊ ചാത്തനോ? ചാത്തനൊക്കെ ചാത്തന്റെ അച്ഛൻ പിടിച്ചോണ്ടോയില്ലേ? അച്ഛനോ? അച്ഛനാണോ അച്ചാച്ചനാണോ അറിയാൻ പറ്റില്ല. ആരോ വന്നതിനെ പിടിച്ചോണ്ട് പോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്റെ വൈദ്യരെ അതറിയാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. അപ്പൊ ചാത്തന് വീണ്ടും ആവാഹിച്ച് വരുത്തണം അല്ലേ? അതിന് മുൻപ് ചാത്തിന് എവിടാണെന്ന് അറിയണം. പ്രകാശ, എന്താ ആ വെറ്റില ചെല ഇങ്ങോട്ട് എടുത്തോണ്ട് വരിക. സാധാരണ വെറ്റിലെ മഷിയില്ല, ചിലര് ചുണ്ണാമ്പത്തേക്കൂടെ. അതേ കണ്ടില്ലേ? ശരി. മനസ്സിലായി. എന്തു മനസ്സിലായി? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ തന്നെ അങ്ങനെ പറയരുത്. എന്തെങ്കിലും മനസ്സിരുത്തി ചിന്തി ചെയ്ത് തന്നേ പറ്റൂ. അങ്ങനെ വെറുതെ ഇരുന്ന് വിചാരിക്കാൻ പറ്റുമോ? വെറുതെ ഇരുന്ന് ചിന്തിക്കണ്ട. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കോട്ടറോ ഫുള്ള്. എന്നാ ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ ഇരുന്ന് വിചാരിക്കും. കുട്ടപ്പായിയുടെ അമ്മ പറഞ്ഞു 2ാം വേളി കഴിക്കണ്ട. അമ്മ പറഞ്ഞത് കേട്ടിടാതെ കുട്ടപ്പായി വേളി കഴിച്ചു. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഞാൻ ഒരു കാര്യം പറയട്ടെ.
എന്റെ പൊന്നു സുരുമോനെ, ഓ ആ നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ഇത്രയും സന്തോഷകരമായിട്ട് ഞാൻ ഇന്നൊരു കള്ളു എന്നാ പിന്നെ വൈദ്യരെ ഞങ്ങൾ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ കള്ളുടിക്കണോ വരെ വന്ന്? പിന്നെ ചാതന കണ്ടുപിടിക്കണ്ടേ? ഇതുണ്ടല്ലോ പൊന്ന സാധനം ഓരോ ഒറ്റ അടി വെച്ച് ചാതന കണ്ടു. മറന്നുപോയി. വൈദ്യരെ ചാത്തനെ കണ്ടുപിടിക്കണമെങ്കിൽ ചാത്തന ഉള്ളിടത്തേക്ക് നമ്മൾ പോണം. ചാത്തനെ കണ്ടുപിടിക്കാൻ പോകുമ്പം നിങ്ങൾ ആരും എന്നോട് പറയണ്ട. എന്റെ കൂടെ എന്റെ മക്കള് മാത്രം ഓരാകുമ്പോ തല്ല് ചോദിച്ചു വാങ്ങിച്ചത് നല്ല അനുഭവം. പോകുന്നത് ചാത്തന്റെ അടുത്തേക്കാണ്. പട്ടുടുത്ത് കെട്ടുടുത്ത് തട്ടുടുത്ത് വിളയാടുക. ചാത്താ ഉമ്മറത്തി എന്നാണല്ലോ പിരിവ് വയ്ക്കുന്നത്. ഞാൻ ചെന്നപ്പോ ലതിക ബാത്റൂമിലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് പിരിവ് വെച്ച് കൊല്ലാഞ്ഞത് പാലിച്ചു. അനിയന്മാരെ നമുക്ക് വല്ല തടയോ അവിടെ പോയി നോക്കടോ. ഇവന്മാരൊക്കെ എവിടെ നിന്ന് വന്നടാ? പ്രകാശ വിളിക്കണ്ട ഞങ്ങള് കണ്ട് പ്രസിഡന്റ് പോയാലാ?
ഇപ്രാവശ്യം എന്തിനു വരുവാ? ഉത്സവം ആയി കഴിഞ്ഞാൽ എന്തിന്റെ പിരിവിനാ വന്നെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് തന്നെ നാടകം. ഇപ്രാവശ്യം ഉഗ്രം നാടകമല്ലേ ബുക്ക് ചെയ്തേക്കണത്. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. ആ പിശാചിനെ പേടിച്ചിട്ട് മനുഷ്യക്കുഞ്ഞു പോയിട്ടൊരു പട്ടിക്കുഞ്ഞു പോലെ ഉത്സവപ്രബലം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഈ പിരിവ്? അതെ, ഉത്സവം നടക്കേ നടക്കാതിരിക്കും, അതൊക്കെ ദൈവത്തിന്റെ കാര്യം. പക്ഷെ പിരിവ് അത് ഞങ്ങൾ നടത്തിയിരുന്നു. പ്രസിഡന്റ് വീട് പണിയോടെ വരെ അടുക്കള ഭാവം വിട്ടിട്ടേക്കാണ്ടാ. ഉത്സവം കഴിഞ്ഞിട്ടാണ് തീർക്കണമെങ്കിൽ. തേപ്പാടുന്നുണ്ടല്ലോ. നിന്റെ പിരിവ് നിങ്ങൾ അന്നാദ്യം. എന്റെ പ്രസിഡന്റ് ഈ വീട്ടിൽ വന്നവരാരും ഇതുവരെ വെറുങ്ങയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം വെച്ചോ. എന്താ എല്ലാരും കൂടെ ഒന്ന് ശീലം. 10 രൂപ 10 രൂപ നടക്കാത്ത കടത്തിന് അത് മതി. കണ്ടപ്പാ, രസീത് വേണ്ട, രസീത് നഷ്ടാവും. അങ്ങനെ അങ്ങോട്ട് പോയാലാ. അതിരിക്കട്ടെ പ്രകാശ, നിങ്ങളെങ്ങനെയാ ഉത്സവത്തിന്റെ തയ്യാറെടുപ്പിലൊക്കെ നടത്തിയേക്കണത്? ഇപ്രാവശ്യം ഞങ്ങള് നന്നായിട്ട് ഒരുങ്ങി തന്നെ. തല്ലുകൊണ്ടിയാകാനാ. പ്രസിഡന്റ് പോയിക്കേ. എന്റെ പൊന്നു മോനെ പ്രകാശ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ഈ കൊല്ലം നീ ഉറി അടിക്കാൻ കയറണം. അതെന്താ? അല്ല, ആ സതീശനെ ഈ കൊല്ലം ഉറിക്ക് പകരം നിന്റെ തലടിച്ച് പൊളിക്കുമെന്നാണ് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കണതേ. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു. ഈ സാധനത്തിനോട് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. കണ്ടപ്പോ ഓടിക്കോ.